السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സ്നേഹിതന്മാരെ, ഇന്നിവിടെ നാട്ടിൽ സമയം കുറച്ച് അധികമായിട്ടുണ്ട്. കാരണം ഇന്നത്തെ രാവ് അങ്ങനെയുള്ളൊരു പരിശുദ്ധമായ രാവാണല്ലോ. അപ്പം അത് സംബന്ധമായി ചില കർമ്മങ്ങളിലും മറ്റുമൊക്കെ ഇടപഴകിയതിൻ്റെ പേരിൽ കുറച്ച് താമസിച്ചു പോയി. പള്ളിയിൽ നിന്നൊക്കെ ഇപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് ഏതായിരുന്നാലും നമ്മൾ ക്ലാസ് മുടങ്ങണ്ട എന്ന നിലക്ക് ഒരൽപ്പം കാര്യം ഇന്നും നമുക്ക് പ്രതിപാദിക്കാം. ഹക്ക് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ അടിസ്ഥാനത്തിൽ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് സ്നേഹിതന്മാർ ചോദിച്ച സംശയത്തിൻ്റെ മറുപടിയോടുകൂടി തുടങ്ങാം എന്നുദ്ദേശിക്കുന്നു. 1962 കാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു ഭാഗമാണ് ഒരു സുഹൃത്ത് ചോദിക്കുന്നത്. അത് മഹാനായ മർഹൂം ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് മഹാനവറുകളെ ബാധിക്കുന്നതുമാണ്. ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് കേരളത്തിലുള്ള പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു. അതിലാർക്കും ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പിന്നീട് അവസാന കാലത്ത് വെല്ലൂർ ബാഖിയാത്തിൽ മുദരിസുമായിരുന്നു. എല്ലാവരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ ആയിരുന്നു. പക്ഷേ മറ്റ് പണ്ഡിതന്മാരെ പോലെ പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കൽ അന്ന് കുറവായിരുന്നു. രണ്ടെടുക്കൽ ചെല്ലുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ പണ്ഡിതന്മാർക്ക് ദർസ് എടുത്തു കൊടുക്കുക, അങ്ങനെ ഇവിടുന്ന് വോട്ടൊക്കെ പൂർത്തിയായി പിന്നീട് ബിരുദം വാങ്ങാൻ വേണ്ടി അന്ന് കേരളത്തിലൊന്നും കോളേജില്ല. തമിഴ്നാട്ടിൽ വെല്ലൂരുള്ള കോളേജാണ് ബാഖിയാത്തു സ്വാലിഹ. അവിടെ ബിരുദം വാങ്ങാൻ ചെല്ലുന്ന വലിയ വലിയ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക, ദർസ് ചൊല്ലി കൊടുക്കുക, ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നവരായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം 1924 ആരംഭിച്ച് അതിങ്ങനെ ചെറിയ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവർ അങ്ങനെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ആയിരുന്നില്ല. പിന്നെ ഇന്നത്തതുപോലെ വിപുലമായ ഒരു സംഘടനാ സംവിധാനവും സെറ്റപ്പും ആ കാലങ്ങളിലൊട്ട് ആയിട്ടുമില്ല. അതിൻ്റെയൊക്കെ പേരിൽ കേരളത്തിലുള്ള മറ്റു നിരവധി പണ്ഡിതന്മാരും അന്ന് സമസ്തയുമായി അടുത്ത് ബന്ധപ്പെടാത്തവരുണ്ട്, ചെറുതും വലുതുമായ പലരും. ആ കൂട്ടത്തിൽ ഒരു മഹാനായ പണ്ഡിതനും ഉണ്ട്, സമസ്തയുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ സമസ്തയിലുള്ള ആലിമീങ്ങൾക്കോ അല്ലാത്ത ആലിമീങ്ങൾക്കോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനോട് എന്തെങ്കിലും അതിർപ്പതിയോ അല്ലെങ്കിൽ മറ്റ് വെറുപ്പോ കാര്യങ്ങളോ അതൊന്നും ഉണ്ടായിട്ടില്ലതാണ്. ഈ പശ്ചാത്തലത്തിൽ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ 1960-61 കാലങ്ങളിലാണ്. അപ്പോൾ കേരളത്തിൽ സമുന്നതമായൊരു കോളേജ് വരുന്നു. കേരളത്തിലതുപോലെ അങ്ങനെ ഒരു അറബിക് കോളേജ് ഉടലെടുത്തിട്ടില്ല. അതിനുള്ള സാഹചര്യം അന്ന് വരെ ഇല്ലായിരുന്നു. അത് ഈ പട്ടിക്കാട് സ്വദേശിയായ മർഹൂം കറാച്ചി ബാപ്പു ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ബാപ്പു ഹാജി, അദ്ദേഹം പാകിസ്ഥാനിൽ കുറേ കാലം ചെന്ന് ആദ്യം ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ
47 മുമ്പ് ഒരു രാജ്യമാണല്ലോ. അങ്ങനെ അദ്ദേഹം പാകിസ്ഥാൻ്റെ ഭാഗത്ത് ചെന്ന് അവിടെ കൂടി അവിടെ കച്ചവടം ചെയ്ത് വ്യാപാരിയായി അല്പം സാമ്പത്തിക ശേഷിയുള്ളവരുമായി അങ്ങനെ ആ പാകിസ്ഥാനിൽ നിന്നും അദ്ദേഹം കേരളത്തിൽ തന്നെ അഥവാ ഇന്ത്യ രാജ്യത്ത് തന്നെ വന്ന് താമസമാക്കാമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ നാട്ടിൽ അദ്ദേഹം വന്ന് താമസമുറപ്പിച്ചു. അവർക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ 2 ഭാര്യമാരിലും കുട്ടികളുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് സ്വയം തോന്നിയ ഒരു പദ്ധതിയാണ് തൻ്റെ കൈവശമുള്ള സ്വത്ത്, ഏക്കർ കണക്കിന് വയലുകളും തെങ്ങിൻ തോപ്പുകളും ഇതൊക്കെയായിരുന്നു അന്നുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വത്ത്. ആ സ്വത്ത് ഒരു ദീനീ ആവശ്യത്തിന് വേണ്ടി നീക്കിവെക്കാമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ബോംബെയിൽ വെച്ച് നൂരിഷയുമായി ബന്ധപ്പെടുന്നത്. ഇപ്പോൾ നൂരിഷ തരീഖത്ത് എന്ന് പറയപ്പെടുന്ന ആ തരീഖത്തിൻ്റെ പത്നാറാവ് നൂരിഷയുമായി, നൂരിഷ ഹൈദരാബാദുകാരനാണ്, അദ്ദേഹം ബോംബെയിൽ വെച്ച് ബന്ധപ്പെടുന്നു. അപ്പോൾ ഗാംഭീര്യമുള്ള മുഖം, നല്ലൊരു പണ്ഡിതൻ, ഈ ബാപ്പുഹാജിക്കും പാകിസ്ഥാനിലും ഒക്കെ ആയിട്ട് ഉറുദുവിലും ഹിന്ദിയിലും മറ്റ് ഭാഷകളിലൊക്കെ പ്രാവീണ്യമുള്ളത് കൊണ്ട് ഇദ്ദേഹത്തോട് സംസാരിച്ച് ആ സംസാരത്തിൽ ആകൃഷ്ടനായി ഈ വിവരം അദ്ദേഹത്തോട് പറഞ്ഞ് ഈ സ്വത്ത് മുഴുവനും നൂരിഷയുടെ പേരിൽ അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ടാണ് ഈ കോളേജിൻ്റെ ഉത്ഭവം വരുന്നത്. എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അങ്ങനെ നൂരിഷ കേരളത്തിൽ വരികയും അതിൻ്റെ പ്രാഥമിക നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്ത് കോളേജ് പട്ടിക്കാട് തന്നെ ഈ ബാപ്പുഹാജിയുടെ സ്ഥലത്ത് തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നൂരിഷയെക്കുറിച്ച് ഉള്ള വിവരം ആലിമീങ്ങൾ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ചു, പഠിച്ചു, മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹം ഒരു തെറ്റായ ത്വരീഖത്തിൻ്റെ ഉടമയാണെന്നും ആ ത്വരീഖത്തിൻ്റെ പ്രചരണമാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും ആലിമീങ്ങൾ മനസ്സിലാക്കി. അപ്പോഴേക്കും ആലിമൊന്നുമല്ലാത്ത ബാപ്പുഹാജി, അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. ചെറുപ്രായത്തിൽ തന്നെ പാകിസ്ഥാനിലേക്ക് പോയി അവിടെ കച്ചവടവുമായിട്ട് കൂടി എന്നല്ലാതെ അദ്ദേഹത്തിന് കൂടുതൽ ഇൽമ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആലിമീങ്ങളെയൊക്കെ ബഹുമാനിക്കുന്നവരും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ച് ജീവിക്കുന്നവരുമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇത് അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതി കൊടുത്തത്. ഇനിയിപ്പോൾ അത് അദ്ദേഹത്തിന് എഴുതി കൊടുത്ത് റെക്കോർഡായി കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് നാം അദ്ദേഹത്തെ എതിർത്ത് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റൊരു നിലപാടിലേക്ക് നീങ്ങിയാൽ ഈ സ്ഥലം നഷ്ടപ്പെടും. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം ഇവിടെ സ്ഥാപനം തുടങ്ങുകയും ചെയ്യും. അങ്ങനെ ആലിമീങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് നമുക്കിതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തോട് ആ സ്ഥലം ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം. ബാപ്പുഹാജിയെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മതമാണ്. പക്ഷേ സമ്മതമാണെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്തതാണല്ലോ, ആ നിലയ്ക്ക് തിരിച്ച് രജിസ്റ്റർ ചെയ്യുക തന്നെ പറ്റുകയുള്ളൂ. അങ്ങനെ ഹൈദരാബാദിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ 10-14 ദിവസം താമസിച്ച് ഇദ്ദേഹത്തോട് സംസാരിച്ച് ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടാണ് അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്ന് പെരിന്തൽമണ്ണ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തിരിച്ചിത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. ആ രജിസ്റ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കോളേജിനെ കുറിച്ച് ആലോചിക്കുന്നത്. പക്ഷെ അന്ന് അദ്ദേഹം വെച്ച ഡിമാൻഡായിരുന്നു ഒന്ന്, ഈ കോളേജിൻ്റെ പേര് നൂരിയ എന്നായിരിക്കണം, ഫൈസാബാദ് എന്നതിൽ ചേർക്കണം. കാരണം നൂരിയ എന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യവും ഫൈസാബാദ് അദ്ദേഹത്തിൻ്റെ സ്ഥലവുമാണ്. ഹൈദരാബാദിലുള്ള ഫൈസാബാദാണ് ഈ നൂരിഷ എന്ന ആളുടെ ജന്മസ്ഥലം. അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അതുകൊണ്ട് ഈ 2 ഡിമാൻഡോടുകൂടി മൂന്നാമതൊരു ഡിമാൻഡ് കോളേജിൻ്റെ ആജീവനാന്ത വൈസ് പ്രസിഡൻ്റായി എന്നെ നിയോഗിക്കണം. ഈ 3 ഡിമാൻഡും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും സ്ഥലം ഏറ്റുവാങ്ങി. അദ്ദേഹം മരിക്കുന്നത് വരെ കോളേജിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. പക്ഷേ യോഗത്തിനൊന്നും അദ്ദേഹം സംബന്ധിച്ചിട്ടില്ല.
വിവരക്കം എപ്പോഴെങ്കിലും അറിയിക്കും. വളരെ ദൂരമായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ അയാൾ പല പ്രാവശ്യം എന്നെ സന്ദർശനത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ പട്ടിക്കാട് കോളേജിലേക്ക് ഞാനിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, അതുകൊണ്ട് എനിക്കവിടെ കയറിയിരിക്കാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയും മൂപ്പർ വന്നിട്ടില്ല. പിന്നെ മരണപ്പെട്ടപ്പോൾ ആ വൈസ് പ്രസിഡന്റ് സ്ഥാനം അങ്ങനെ അങ്ങോട്ട് നീങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷെ പേര് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ നൂരിയ, ജാമിയ നൂരിയ അറബിയ ഫൈസാബാദ്. അതുകൊണ്ടാണ് മൗലവി ഫാദിൽ ഫൈസാബാദ് എന്നാണ് അവിടുത്തെ ബിരുദത്തിൻ്റെ പേര്. MFF എന്നാണ്. ഫൈസി എന്ന് പറഞ്ഞാൽ ഫൈസാബാദിനെ കുറിച്ച് ചേർത്തി പറയുന്നതാണ്. അങ്ങനെയാണ് കോളേജിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ കൊണ്ട് പുതുക്കി കിട്ടിയപ്പോൾ ഇത് കോളേജ് ആരംഭിക്കണം. ആ ആരംഭിക്കാൻ വേണ്ടി ചേരുന്ന യോഗത്തിലും ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പങ്കെടുത്തിട്ടില്ല. ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ അന്ന് അറിയിച്ചിട്ടുണ്ട്. അന്ന് ആലിമീങ്ങൾക്കൊരു കൂട്ടായ തീരുമാനമുണ്ട്. എന്ത്, നമുക്ക് ഈ കോളേജിൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ കോളേജ് അടുത്ത പള്ളിയിൽ ആരംഭിക്കണം. ആരംഭിക്കുന്ന സമയത്ത് ഒരു പ്രഗത്ഭ പണ്ഡിതൻ എന്നുള്ള നിലയ്ക്ക് ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ നമുക്ക് പ്രിൻസിപ്പാളായി നിയമിക്കാം എന്ന ഒരു പൊതുധാരണ അന്നെത്തിയിരുന്നു. റെക്കോർഡിക്കലായിട്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിലും പക്ഷെ ഒരു പൊതുധാരണ അങ്ങനെ എത്തിയിരുന്നു. ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പാളാക്കാം. അന്ന് മഹാനായ ശംസുൽ ഉലമ മർഹൂം E.K. അബൂബക്കർ മുസ്ലിയാർ തളിപ്പറമ്പ് കുവ്വത്തിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമയത്താണ് ഈ തീരുമാനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കും തോന്നി മനസ്സിൽ, ഇവിടെ ഒരു നല്ല കോളേജ് വരുമ്പോൾ അതിനിപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പാളായാൽ തിരക്കേടില്ല എന്നൊരു തോന്നൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്കും വന്നു. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ചർച്ച വരുന്നത്. അത് കൂടുതൽ ദീർഘമായി ചർച്ച ചെയ്തിട്ടൊന്നും ഇല്ല. പിന്നെ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന് വേണ്ടി എന്തായിരുന്നാലും അവരെ തന്നെ പ്രിൻസിപ്പളാക്കണം എന്ന് പറയാൻ മറ്റ് ആലിമീങ്ങളിൽ പലരും അങ്ങനെ തയ്യാറായിട്ടുമില്ല. കാരണം അവരുള്ള വെറുപ്പ് കൊണ്ടൊന്നുമല്ല, അങ്ങനെ പൊതുവെ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ബന്ധപ്പെടലും മറ്റൊക്കെ കുറവാണ്. അങ്ങനെയാണ് മഹാനായ ശംസുൽ ഉലമയിലേക്ക് ആ പ്രിൻസിപ്പൽ സ്ഥാനം എത്തുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അന്ന് തന്നെ സമസ്തയുടെ മുഷാവറ മെമ്പറോ മറ്റോ ഒന്നും ആയിട്ടില്ല. അതിൻ്റെ പേരിൽ കൂടുതൽ കൂടിയാലോചനകളും മറ്റും നടന്നിട്ടില്ല. അങ്ങനെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒഴിവായിപ്പോയതാണ് എന്ന് അതിലൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് പിന്നെ ചില ഉള്ളിലൂടെ ചില നീക്കങ്ങളൊക്കെ നടന്നിരുന്നു. അതൊന്നും ഈ മഹാന്മാരൊക്കെ വഫാത്തായി പോയതിന് ശേഷമായതുകൊണ്ട് നാം ആ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നത് നമ്മുടെ ദീനിനോ നമുക്കോ തന്നെ ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കുക. അത്രമാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അല്ലേ, ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില ചരടുവലികളും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടാകും. അത് രണ്ടാമതൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ട് ഇന്നത്തെ ദീനീ സംവിധാനത്തിൽ അതുകൊണ്ട് ഒരു ഗുണവും ഒരു ദീനീ പ്രവർത്തകനും ഇല്ല, സംഘടനക്കും ഇല്ല, അതിൻ്റെ ഒരു കൂട്ടായ്മക്കും ഇല്ല. അതുകൊണ്ട് നാം ആ ഭാഗം അഥവാ മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിനെ ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന് വ്യക്തിപരമായി ആ സംശയം ചോദിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. കാരണം നമുക്ക് നമ്മുടെ സംസാരവും അതുപോലെ നമ്മുടെ മറ്റുപദേശങ്ങളുമൊക്കെ നമുക്കും ഉപകരിക്കണം, ഈ സമൂഹത്തിനും ഉപകരിക്കണം. ആ ലക്ഷ്യത്തിലാണല്ലോ നാം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 60-70 കൊല്ലം മുമ്പ് നടന്ന ആ കാര്യങ്ങൾ രണ്ടാമതൊന്ന് ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രയോജനമില്ല എന്നറിയിച്ചുകൊണ്ട് ആ ഭാഗം നിർത്തിവെക്കുകയാണ്. പിന്നെ മറ്റൊരു നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ ക്ലാസ്സിൻ്റെ അഡ്മിൻ തന്നെയാണ് ചെയ്ത് ചോദിച്ചത് ഭരണഘടനയെ സംബന്ധിച്ച കാര്യങ്ങളാണ്. ഇൻഷാ അള്ളാഹ് അതൊന്നുകൂടി ഒരല്പം വിശദീകരിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഭരണഘടനാ സംബന്ധമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് തന്നെ ഉള്ളൊരു നിയമമാണ്, ഇവിടെയുള്ള ഏത് സംഘടനയാവട്ടെ സ്ഥാപനമാവട്ടെ അത് സൊസൈറ്റീസ് ആക്ട് രജിസ്റ്റർ അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണം. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മ എന്നതിനർത്ഥമുള്ളൂ. ആ കൂട്ടായ്മയിൽ രൂപീകരിക്കുന്ന ഒരു ട്രസ്റ്റാണെങ്കിലും അല്ല, ഒരു 10, 15, 12, 9, 7
എത്രയോ ആളുകൾ കൂടുന്ന ഒരു പ്രവർത്തക സമിതിയും അതിൻ്റെ ജനറൽ ബോഡിയാണെങ്കിലും അത് രജിസ്റ്റർ ചെയ്തിരിക്കണം ആധികാരികമായി. എന്നെങ്കിലേ ഈ ഭരണഘടന അനുസരിച്ച് അഥവാ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിലൂടെ പ്രവർത്തിക്കാൻ നിയമപരമായി അവകാശമുള്ളൂ. പക്ഷേ പലരും പണ്ട് ഈ കാര്യം ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടും, അവിടെ ഒരു പള്ളി എടുക്കും, അല്ലെങ്കിൽ ഒരു മദ്രസ എടുക്കും, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ എടുക്കും. അത് എവിടേക്കും രജിസ്റ്റർ ചെയ്യാനോ കൊണ്ടുപോകാനോ ഒന്നും പണ്ട് കാലങ്ങളിൽ ആരും അങ്ങനെ പോകാറില്ലായിരുന്നു. കാരണം അന്നൊക്കെ 921 വരെ നമ്മുടെ നാട്ടിൽ രണ്ടഭിപ്രായം ദീനിൻ്റെ കാര്യത്തിലുണ്ടായിട്ടില്ല. മൗലൂദ് ഓതണം എന്ന അഭിപ്രായം, ഓതണ്ട എന്ന അഭിപ്രായം, അങ്ങനെയില്ല. ഒരൊറ്റ അഭിപ്രായം, മൗലൂദ് ഓതണം. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണം എന്നൊരു അഭിപ്രായം അതുവരെയില്ല. 21-ലും ഇല്ല, 30-ലും ഇല്ല, 35-ലും 40-ലും ഒന്നും അതില്ല. അതിന് ശേഷം വന്നാണ് അങ്ങനെ ഓരോന്നും 21-ന് ശേഷം ഓരോന്നും ഇങ്ങനെ മെല്ലെ ഉടലെടുത്ത് വരാൻ തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ മുത്തദീകൾ അതിൻ്റെ പാരമ്പര്യയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ. ഓരോ കൊല്ലം കഴിയുമ്പോഴും പുതിയത് അവരിങ്ങനെ കൊണ്ടുവരലാണ്. അതൊന്നും അന്നില്ല. അപ്പോൾ ആരും ഒരു രജിസ്ട്രേഷൻ്റെ കാര്യം മറ്റൊന്നുമില്ല. മദ്രസ എടുക്കുന്നു, അല്ലെങ്കിൽ ഓത്തുപള്ളി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നിസ്കാരപ്പള്ളി, അല്ലെങ്കിൽ ഇങ്ങനെ സ്രാമ്പി, അല്ലെങ്കിൽ ജുമാഅത്ത് പള്ളി, ഇങ്ങനെ പേര് വെച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നു. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഈ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കാൻ തുടങ്ങിയത് 926, 28, 30, 33 കാലങ്ങളിലാണ്. അപ്പോഴാണ് ഈ സ്ഥാപനങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് ആരാണോ സ്ഥാപനത്തിൻ്റെ മേധാവികൾ, ഒരു നാട്ടിലൊരു പള്ളിയുണ്ട്, ഒരു മദ്രസയുണ്ട്, അതൊരു മഹല്ലായി. ആ മഹലിൻ്റെ മേധാവികൾ, അതിൻ്റെ ഭരണാധികാരികൾ, കൈകാര്യകർത്താക്കൾ ആര് എന്ന് ഗവൺമെൻറ്റിന് പരിശോധിക്കാനുള്ള ഒരു മാനദണ്ഡമാണ് ഈ ഭരണഘടന രജിസ്റ്റർ ചെയ്യൽ. അതിപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ ആളുകൾക്കൊക്കെ ഇതിനെക്കുറിച്ച് ബോധമുണ്ടായിട്ട് സംഗതി അങ്ങനെ ചെയ്യുന്നുണ്ട്. നിർബന്ധമായും അത് ചെയ്തിരിക്കണം. അല്ലാതെ നമ്മുടെ നാട്ടിൽ, അവിടെ ഏതെങ്കിലും ഒരു നാട്, ആ നാട്ടിലൊരു പ്രശ്നമുണ്ടായി, ഓരോരുത്തരും അവകാശപ്പെടുന്നു ഈ പള്ളി അത് ഞങ്ങളാണ് ഇതുവരെ നോക്കി നടത്തിയിരുന്നത്, ഈ മദ്രസ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത് ഞങ്ങളായിരുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുകയാണ്. അതവിടെയുള്ള ഏതൊക്കെ കക്ഷികളുണ്ടോ, ചിലപ്പോൾ 2, 3, 4 ഗ്രൂപ്പൊക്കെ ആയിട്ടുണ്ടാകും. വ്യക്തിപരമായ കാര്യത്തിൽ ഗ്രൂപ്പായി പോകുന്നവരുണ്ട് അല്ലേ. ആളുകളോട് തെറ്റിങ്ങാണ്ട് വേറൊരു ഗ്രൂപ്പായിട്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് ഓല് കുറച്ചുകൂടി ചിലവർ മദ്രസ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇതിനെ എതിർക്കും. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമാകും. എന്നിട്ട് പ്രശ്നമാകുമ്പോൾ പറയും ഞങ്ങളാണ് ഈ മദ്രസ ഉണ്ടാക്കിയത് എന്ന്. ആ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇവിടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുക ജില്ലാ രജിസ്റ്റർ ഓഫീസിലെ രേഖകളാണ്. ആ രേഖയിൽ ആ വർഷവും ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ആരെയാണോ അവിടെ കൊടുത്തിട്ടുള്ളത് അതെല്ലാ കൊല്ലവും അത് ആ രജിസ്ട്രേഷനോടെ പുതുക്കണം അല്ലേ. 3 കൊല്ലത്തേക്ക് 2 കൊല്ലത്തേക്ക് പല കമ്മിറ്റിക്കും പല നിലക്കുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചില കമ്മിറ്റികളൊക്കെ 3 കൊല്ലത്തിൽ പ്രാവശ്യം പുനഃസംഘടിപ്പിക്കുക, ചില സ്ഥലത്ത് ചിലവർ പറയുന്നു വർഷം പുനഃസംഘടിപ്പിക്കുക. അങ്ങനെ പുനഃസംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പുനഃസംഘടിപ്പിച്ച കാര്യം അവിടെ അറിയിക്കണം. നേരത്തെയുള്ള കമ്മിറ്റി തന്നെയാണ്, പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ജോയിന്റ് സെക്രട്ടറിയും മെമ്പറും ഒന്നും മാറിയിട്ടില്ല. എന്നാലും പുനഃസംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രാം തീയതി ചേർന്ന യോഗത്തിൻ്റെ ജനറൽ ബോഡി യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ഇങ്ങനെ നിലവിലുള്ള കമ്മിറ്റി അത് തന്നെ തുടരാൻ തീരുമാനിച്ചു എന്ന് ഒരു തീരുമാനം എഴുതിയതിന് ശേഷം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, ഖജാൻജി, മെമ്പേഴ്സ് ഈ ലിസ്റ്റ് തയ്യാറാക്കി അതിൻ്റെ അടിയിൽ ഉത്തരവാദപ്പെട്ടവർ ഒപ്പുവെച്ച് അതിൻ്റെ സീൽ ചെയ്ത് അവിടെ എത്തിച്ചു കൊടുക്കണം. ഇപ്പോൾ അതിന് പ്രത്യേക ഫോമും കാര്യമൊക്കെ അവിടെ തരുന്നുണ്ട്. ആ ഫോമിൽ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അങ്ങനെ വന്നാൽ അവർ പരിശോധിച്ചിട്ട് ആരായിരുന്നോ 2016 ഈ ഇന്നാൾ കോയാമ പ്രസിഡന്റ്, അൽവിക്കുട്ടി സെക്രട്ടറി ഉദാഹരണം, 2015 അങ്ങനെ തന്നെ, 14 അങ്ങനെ തന്നെ, 13 അങ്ങനെ തന്നെ, ഇങ്ങനെ അവരിങ്ങനെ 2-3-4 കൊല്ലത്തെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നവരാണെന്ന് മനസ്സിലാക്കി ഡിപ്പാർട്ട്മെൻറ്റ് അവരോട് പറയും നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോ എന്ന് പറയും. എന്നിട്ട് പിന്നെ സിവിൽ കോടതിയിൽ ഈ അവകാശവാദം സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ കേസ് കൊടുക്കുകയും അത് വാദിക്കുകയും വിജയിക്കുന്നവർക്ക് അതിൻ്റെ സ്വത്തുക്കളും മറ്റുമൊക്കെ ലഭിക്കുകയും ചെയ്യും. അതാണ് ഭരണഘടന എന്ന് പറയുന്ന സാധനം. അത് നാം തയ്യാറാക്കുന്ന ഭരണഘടന പോലെയാണ്. ആ ഭരണഘടനയിൽ ഇപ്പോഴൊക്കെ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ
നാം ഒരു പള്ളിയെടുക്കാൻ അല്ലെങ്കിൽ മദ്രസ എടുക്കാൻ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ ആ ആധാരത്തിൽ തന്നെ ഈ ലക്ഷ്യങ്ങളൊക്കെ കൊടുത്ത് ആ ലക്ഷ്യത്തിൻ്റെ വാങ്ങുന്ന സ്ഥലം എന്ന് വരുത്തി തീർക്കലാണ് ഏറ്റവും നല്ലത്. ഉദാഹരണം, ഒരു 10 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങുന്നു, ഒരു സൗകര്യമുള്ളതാണ്. അവിടെ നമ്മുടെ ഉദ്ദേശം ഒരു പള്ളി എടുക്കലാണ്. അപ്പോൾ ആ പള്ളി ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിൻ്റെ പള്ളിയാകാൻ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഈ ആധാരത്തിൽ തന്നെ എഴുതി ചേർക്കുക. എന്ത്, ഇത് ഇന്ന ഒരു കമ്മിറ്റിയുടെ പേരിൽ പ്രസിഡന്റ് എന്ന നിലക്ക് ഇന്ന ആളുടെ പേരിൽ, അങ്ങനെയാണ് രജിസ്റ്റർ ആധാരം ഉണ്ടാകുക. പ്രസിഡന്റ് എന്ന നിലക്ക് അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം എന്ന് പോകുന്നു, അപ്പോൾ അയാൾക്ക് അതിലുള്ള ക്രയവിക്രയം അതിനോട് നഷ്ടപ്പെട്ടു. ആ പേരിൽ വാങ്ങുന്ന ഈ ആധാരത്തിൽ വാങ്ങുന്ന ഈ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കുന്നു. അതിൻ്റെ ലക്ഷ്യം 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന പള്ളി, നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രവർത്തനം നടത്തുന്ന, എല്ലാവിധ ആചാരങ്ങളും നടത്തുന്ന, എന്നിട്ട് ബ്രാക്കറ്റിൽ മൊഹീദ്ദീൻ ശേഖിൻ്റെ ആണ്ട്, റിഫായി ശേഖിൻ്റെ ആണ്ട്, ബദരീങ്ങളുടെ അല്ലേ, അങ്ങനെ മലപ്പുറം ജില്ലയിലൊക്കെ ആണെങ്കിൽ ഒമാന ശുഹദാക്കളുടെ ആണ്ട്, മറ്റൊരുത്തും അതങ്ങനെ കൈക്കൽ കുറവാണ്. അതിന് ഇപ്പോൾ മറ്റുള്ള ഏതെങ്കിലും രാജ്യത്ത് കണ്ണൂർ ആ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ചില മക്കാമുകളുണ്ടാവും. അപ്പോൾ ആ മക്കാമുകളിൽ അന്ത്യവിശ്രമങ്ങളെന്ന പേര് വെച്ചിട്ട് അതിൻ്റെ ഉറൂസ് നടത്താൻ, നേർച്ച നടത്താൻ, ഇങ്ങനെ റബീഉൽ അവ്വലിൽ മൗലിദ് പാരായണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആധാരത്തിൽ തന്നെ ചേർത്ത് ഈ ആവശ്യത്തിന് വേണ്ടി ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇന്ന ആളുടെ പേരിൽ വാങ്ങുന്ന ജന്മം ചീരാധാരം എന്നെഴുതിയിട്ടായാൽ വളരെ കൂടുതൽ ശക്തിയായി. അതിനുശേഷം അവിടെ ആ സ്ഥാപനം വരുന്നതിന് മുമ്പ് തന്നെ, അഥവാ പള്ളി അല്ലെങ്കിൽ മദ്രസ ഇത് വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കമ്മിറ്റി കൊണ്ടുപോയി ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ ഈ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ ഈ പ്രതിലോമകാരികൾക്ക്, വഹാബി മൗദൂദി പോലെയുള്ള ആളുകൾക്ക് അത് തട്ടിയെടുക്കാൻ വളരെ പ്രയാസമാകും. പിന്നെ ആ നാട്ടിലുള്ള ആളുകളൊക്കെ അങ്ങോട്ട് മാറി, എല്ലാവരും മാറി. പള്ളി രജിസ്റ്റർ ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ്, നമ്മൾ തുടങ്ങുമ്പോഴും അങ്ങനെയാണ്. പക്ഷേ ഒരു 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ ആളുകൾ വിവരമില്ലാത്തതിന് പേരിൽ ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ വഹാബികളായി. 2-4 സുന്നികളുണ്ട്. അപ്പോൾ ജനറൽ ബോഡി വിളിച്ചു. ജനറൽ ബോഡിക്കാണല്ലോ ഇതിൻ്റെയൊക്കെ പരമാധികാരം. ആ ജനറൽ ബോഡിയിൽ വഹാബികളായിരിക്കുന്ന ആളുകൾ ഈ ഭരണഘടന ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചാൽ അതിനെതിരെ വോട്ട് ചെയ്യാൻ അംഗബലമില്ലെങ്കിൽ അവരുടെ പക്ഷം വിജയിക്കുകയും ആ വിജയിച്ച അടിസ്ഥാനത്തിൽ ഇത്രാം തീയതി ചേർന്ന യോഗ തീരുമാനപ്രകാരം ഈ ഭരണഘടന ഭേദഗതി ചെയ്തിരിക്കുന്നു എന്നവർ തീരുമാനമെടുത്ത് ആ തീരുമാനം അവർക്ക് ജില്ലാ രജിസ്റ്റർ ഓഫീസിൽ അറിയിക്കാൻ കഴിയും. എന്നിട്ട് അവർ നേരത്തെ റദ്ദ് ചെയ്തുകൊണ്ട് 8 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന മറ്റ് അവരുടെ ഭാഷയിൽ പറയുന്ന ആചാരങ്ങളൊക്കെ അനാചാരങ്ങളാണ്, അതൊന്നും നടത്താൻ പാടില്ലാത്ത പള്ളി എന്ന് പറഞ്ഞ് രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കുമ്പോൾ ആ രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഒരു അന്വേഷണം ആ നാട്ടിലേക്ക് വരും. വന്നു നോക്കുമ്പോൾ ചോദിക്കുന്ന ആളുകളൊക്കെ അതങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്കങ്ങനെ ഇത് നിസ്കരിക്കണ്ട, ഞങ്ങൾക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് കൂട്ടുപ്രാർത്ഥന വേണ്ട എന്നൊക്കെ ആളുകളിൽ നിന്ന് തെളിവെടുപ്പിൽ ശേഖരിച്ചാൽ ഏതാനും ആളുകൾ അത് വേണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ജനറൽ ബോഡി അവരുടെ ഭാഗത്ത് നിന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷം അവർക്കാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകും, ആ പള്ളി സുന്നികൾക്ക് പോകും. പക്ഷേ സുന്നികൾ ശക്തമായി നിലനിൽക്കുകയാണെങ്കിലോ മറ്റ് എന്ത് കുതന്ത്രം അവർ കഴിച്ചാലും നമുക്ക് ഈ നിയമത്തിൻ്റെ പേരിൽ അത് പിടിച്ചു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഭരണഘടനയുടെ കാര്യം എല്ലാ ആളുകളും, ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ സ്നേഹിതന്മാരിൽ പലരും ഇപ്പോഴും പല നാട്ടിലും അത് ചെയ്യാത്തവരായിട്ടുണ്ട്. അതവർ സൊസൈറ്റീസ് രജിസ്റ്റർ ആക്ട് പ്രകാരം അത് രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ കേരള വഖഫ് ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്യുകയും വേണം. എന്നെങ്കിലേ നമ്മുടെ സ്ഥാപനത്തിന് ആധികാരികമുണ്ടാവുകയുള്ളൂ. അതിന് ചെയ്തിട്ടില്ലെങ്കിൽ മറ്റൊരു തകരാറും കൂടിയുണ്ട് എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്താണ് ആ തകരാറ്? നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി സംസ്ഥാനങ്ങൾ, ഉദാഹരണം കശ്മീർ, ജാർഖണ്ഡ്, പിന്നെ ആസാം പോലെയുള്ള കുറേ അതിർത്തി സംസ്ഥാനങ്ങളുണ്ടല്ലോ, മറ്റ് രാജ്യങ്ങളുടെ അതിർത്തിയുമായി പങ്കിടുന്ന, അതിൻ്റെ ചില ഓരങ്ങളിൽ ഇസ്ലാമിൻ്റെ വിരോധികൾ അഥവാ ദീനിനെക്കുറിച്ച് പഠിക്കാത്തവർ
അവർ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും ഈ രാജ്യത്തിൻ്റെ സുരക്ഷയെയും അപകടപ്പെടുത്തുവാൻ വേണ്ടി മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു തരം ആളുകൾ, ഭീകരവാദികൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇപ്പോഴും നുഴഞ്ഞു കയറ്റം പലയിടത്തും നടക്കുന്നുണ്ട്. ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ട ആൾക്കാർ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ പിടിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള ഈ തീവ്രവാദികൾ മറയാക്കി വെച്ചു ആ ഭാഗത്തൊക്കെ. പേരിലെന്താണ്, ഒരു മദ്രസയുടെ ഒരു ബോർഡ്, ഒരു ഷെഡ് കെട്ടിയിട്ട്, എന്നിട്ട് അതിൽ ഇവർ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വിളക്ക് പോലും കത്തിച്ച് വെക്കാതെ കുറേ ചെറുപ്പക്കാരെ വിളിച്ചു വരുത്തി അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിന് എതിരായി അവരെ രൂപീകരിച്ച് അവരെ ചാവേറുകളാക്കുക. ദീനീബോധമുള്ള, ദീനിനെക്കുറിച്ച് പഠിച്ച ഒരൊറ്റ മനുഷ്യനും രാജ്യത്തിൻ്റെ വിരോധിയായി തീരുകയില്ല. നാം ഇന്ത്യ രാജ്യത്ത് വസിക്കുന്നവരാണ്, നമ്മളിപ്പോൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നമ്മുടെ ഒരു ഈമാനിൻ്റെ ഭാഗവും കൂടിയാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷ. ഓരോ പൗരൻ്റെയും കടമയാണ്. അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയവരും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ടാണല്ലോ നമുക്ക് ഒരു മുസ്ലിം രാഷ്ട്രമായി അറിയപ്പെടുന്ന പാകിസ്ഥാനോട് യുദ്ധം ചെയ്തപ്പോൾ ഹവിൽദാർ അബ്ദുൽ ഹമീദ് എന്ന മുസ്ലിമാകുന്ന ധീര യോദ്ധാവ് ആ പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെ വെടിയേറ്റ് ദാരുണമായി മരണപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്നാൽ ഇദ്ദേഹം മുസ്ലിം എന്ന നിലയ്ക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് മറുപക്ഷത്ത് ചേരാൻ നിന്നില്ല. കാരണം ഈമാനിൻ്റെ ഭാഗമാണ് തൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക, അതിൻ്റെ സുരക്ഷ അത് പരിപൂർണമായി സംരക്ഷിക്കുക എന്നുള്ളത്. അതിന് വിരുദ്ധമായി ദീനീ ബോധമില്ലാത്ത കുറച്ച് ചെറുപ്പക്കാർ, ചിലപ്പോൾ വലിയ താടി വെച്ചിട്ടുണ്ടാവും, വലിയ തലീക്കെട്ട് കെട്ടിയിട്ടുണ്ടാവും, കണ്ടാലിങ്ങനെ മുസ്ലിമിൻ്റെ രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകും. പക്ഷേ ദീനിനെക്കുറിച്ചൊന്നും പഠിക്കാത്ത ഇവരുടെ മനസ്സ് മുഴുവനും ഈ രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കോപ്പ് കൂട്ടാൻ അവർ ഒരു മറയായി ഉപയോഗപ്പെടുത്തിയിരുന്നത് ഈ മദ്രസയാണ്. കാരണം മദ്രസയെക്കുറിച്ചും പള്ളിയെക്കുറിച്ചുമൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അതുപോലെ ഗവൺമെൻറ്റിനും ഉദ്യോഗസ്ഥന്മാർക്കും നാട്ടുകാർക്കും അല്ലെ ഏത് മതക്കാരാണെങ്കിലും ഒരു ബഹുമാനവും ആദരവുമൊക്കെയാണ്. പണ്ട് കാലത്ത് ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷി ഇങ്ങനെ അവിടെ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഘോഷയാത്ര ഒരു പള്ളിയുടെ പരിസരത്ത് കൂടെ കടന്നു പോകുമ്പോൾ ആ പള്ളിയുടെ അടുത്തെത്തുന്നതിൻ്റെ ഒരു 100 മീറ്റർ മുമ്പ് അവരുടെ എന്ത് ശബ്ദമാണെങ്കിലും അതവർ നിർത്തിവെക്കും. എത്രത്തോളം ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാർ പോകുമ്പോൾ അവർ അവരുടെ ഒരു ഈണത്തിലുള്ള ഒരു നാമം ഉച്ചരിച്ചുകൊണ്ടാണ് അവർ പോക്ക്. അതുപോലും ഈ പള്ളിയുടെ അടുത്തെത്തുമ്പോൾ അവർ നിർത്തിവെക്കും. ഒരു 50 മീറ്ററെങ്കിലും ദൂരത്ത് നിർത്തി, പിന്നെ പള്ളിയും കഴിഞ്ഞൊരു 50 മീറ്റർ കഴിഞ്ഞിട്ടേ അവർ തുടങ്ങുകയുള്ളൂ. അത് ആ പള്ളിയോട് എല്ലാ മതവിഭാഗങ്ങൾക്കുമുള്ള ഒരു ബഹുമാനമായിരുന്നു. അതൊക്കെ പിന്നെ ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നപ്പോൾ അവർ എല്ലാവിധ വാദ്യോപകരണങ്ങളോടും കൂടി പള്ളിയുടെ അടുത്ത് വെച്ച്, ചിലപ്പോൾ പള്ളിയുടെ തൊട്ടപ്പുറത്തായിരിക്കും ഒരു ഓഫീസ് ഉണ്ടാവുക, ആ ഓഫീസിൽ വെച്ച് തന്നെ അവർ മണിക്കൂർ കണക്കിന് ചണ്ടമുട്ടാനും വേണ്ടടിക്കാനും കുഴലൂതാനും മുദ്രാവാക്യം വിളിക്കാനും, എന്നിട്ട് പടക്കം പൊട്ടിച്ചിട്ട് എൻ്റെ നാട്ടിൻ്റെ അടുത്ത് ഈ പടക്കം പൊട്ടിച്ച ഒരു പടക്കം അതിങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പള്ളിയിൽ വന്ന് വീണ അവസ്ഥയും കൂടി ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ആ കാര്യം പറയല്ല. അതൊക്കെ ഇങ്ങനെ പോകാനുള്ള കാരണം ഈ രാഷ്ട്രീയ കക്ഷിയുടെ പ്രവർത്തനമാണ്. പല ആമാശയ മുന്നേറ്റക്കാരും ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പുതുതായി അവർ വലിയ രംഗത്തൊക്കെ വന്ന് എല്ലാവരെയും ശരിയാക്കി ഞങ്ങളാണ് വലിയ മൂപ്പന്മാരെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന ആദർശ മുന്നേറ്റം എന്ന മറവെച്ച്, നേരത്തെ മദ്രസയെ കൊണ്ട് പറഞ്ഞ പോലെ മദ്രസ ഒരു മറയാണ്. അതുപോലെ അവരുടെ പേര് ആദർശ മുന്നേറ്റം. ഒരാദർശമല്ല, അവർക്ക് മുന്നേറ്റമല്ല. അല്ലെ, കൊല്ലങ്ങളായി പ്രവർത്തിച്ചിട്ട് മുന്നേറാൻ കഴിഞ്ഞിട്ടുമില്ല, ഇനിയോട്ട് കഴിയില്ല. പിന്നെ അവർക്ക് കഴിയുന്നുണ്ട് ആമാശയ മുന്നേറ്റത്തിന്. അതവർ കഴിഞ്ഞോട്ടെ, അവർക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ, നമ്മൾ ആ ഭാഗം ചിന്തിക്കുന്നുമില്ല. അങ്ങനെയുള്ള ആളുകളടക്കം വന്നിട്ടും ഇപ്പം ഈ പള്ളിൻ്റെ അടുത്ത് വെച്ചുള്ള കോലാഹലങ്ങളും മറ്റുമൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് സാന്ദർഭികമായി പറയുന്നു. അപ്പോൾ ഈ മദ്രസയിൽ പോലീസുകാരോ
പട്ടാളക്കാരോ അങ്ങനെ കയറുകയോ പരിശോധിക്കുകയും ചെയ്യില്ല. അതൊരു മതപഠനം നടക്കുന്ന ഒരു മഹത്തായ കേന്ദ്രമാണെന്ന് മനസ്സിലാക്കി അവരതിൽ നിന്നും മാറി നിൽക്കും. ഇത് മുതലെടുത്തിട്ടാണ് ഈ സാമൂഹ്യദ്രോഹികൾ ഇവിടെ ഈ തീവ്രവാദവും ഭീകരവാദവും പഠിപ്പിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ സൂചന ഗവൺമെൻറ്റിന് കിട്ടിയപ്പോൾ ഗവൺമെൻറ് നിർബന്ധിതമായി അവിടെ റെയ്ഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ റെയ്ഡ് ചെയ്തപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ഈ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പല ലക്ഷണങ്ങളും സാക്ഷ്യപത്രങ്ങളും ലഭിക്കുകയും ചെയ്തപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒറ്റയടിക്ക് ഇനി ഇവിടെ മദ്രസയൊന്നും വേണ്ട എന്നല്ല പറഞ്ഞത്. പിന്നെ ഈ മദ്രസകളൊക്കെ ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ, ആരാണ് അതിൻ്റെ പ്രസിഡന്റ്, ആരാണ് അതിൻ്റെ സെക്രട്ടറി, ആരാണത് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയണം. അതുകൊണ്ട് നിർബന്ധമായും ഈ സ്ഥാപനങ്ങളൊക്കെ സൊസൈറ്റീസ് ആക്ട് പ്രകാരം, അതുപോലെ വഖഫ്, ഇന്ത്യൻ വഖഫുണ്ട്, നമ്മുടെ രാജ്യത്ത് കേരള സ്റ്റേറ്റ് ആയതുകൊണ്ട് കേരള വഖഫാണുള്ളത്. ആ വഖഫ് ആക്ട് അനുസരിച്ചും ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം ഗവൺമെൻറ് അത് പറയുകയും ജനങ്ങളെ അത് ഉത്തരവാദപ്പെട്ട അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യാത്ത പക്ഷം ഈ സ്ഥാപനങ്ങൾ അനധികൃത സ്ഥാപനമായി കണക്കാക്കും എന്നും ഗവൺമെൻറ് തീരുമാനിച്ചു. അത് വേണ്ടതുമാണ്. ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആ തീരുമാനത്തിന് അത് ഏത് ഗവൺമെൻറ്റാണെങ്കിലും, അതിപ്പോൾ മോദിയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അബൂബക്കറാണ്, അല്ലെങ്കിൽ തങ്ങളാണ്, മോദിയാരാണ് പ്രധാനമന്ത്രി എന്ന നിലക്കല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കേണ്ടതാണ്. ഈ രാജ്യത്തിൻ്റെ സുരക്ഷയാണല്ലോ ആവശ്യം. സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യത്ത് അവിടെ ദീനീ പ്രവർത്തനത്തിനും സാധിക്കാതെ വരും. ദീനീ പ്രവർത്തനം നടക്കുമല്ലോ. ദീനീ പ്രവർത്തനം നടക്കണമെങ്കിലും നമ്മുടെ രാജ്യം എപ്പോഴും സൈലൻ്റ് ആയിരിക്കണം. രാജ്യം എപ്പോഴും മറ്റുള്ള രാജ്യക്കാരുടെ ഭീഷണിയിൽ നിന്ന് എപ്പോഴും നാം മുക്തി നേടണം. അതിന് നാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അവിടെ ഉള്ളിൽ നിന്ന് തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ വിഘടനവാദികൾ, തീവ്രവാദികൾ, ഭീകരവാദികൾ അവർക്കിവിടെ മുൻതൂക്കം ലഭിച്ചാൽ ഈ രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആ ഉത്തരവ് നിർബന്ധമായി നമ്മൾ പാലിച്ച് എല്ലാ സ്ഥാപനങ്ങളും ഈ സൊസൈറ്റീസ് ആക്ട് പ്രകാരവും വഖഫ് ആക്ട് പ്രകാരവും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. അല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ അനധികൃത സ്ഥാപനമായി കണക്കാക്കുകയും ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് ഒരു വില്ലേജ് ഓഫീസർ ആ സ്ഥാപനം പൂട്ടി അത് സീൽ ചെയ്താൽ പിന്നെ ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം തന്നെ ചിലപ്പോൾ അവിടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയും വരും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ സഹോദരൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ അതിൻ്റെ ഭരണഘടനയുടെ കോപ്പി, ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ കോപ്പി നമ്മുടെ ഓഫീസിൽ ചെന്നാൽ അത് ലഭിക്കും. എന്നിട്ട് ആ ഡാഷിട്ട സ്ഥലത്ത് നമ്മുടെ നാട്ടിൻ്റെ പേര്, സ്ഥാപനത്തിൻ്റെ പേര്, പിന്നെ അവിടുത്തെ ഭാരവാഹികൾ, അങ്ങനെയൊക്കെയാണ് പൂർത്തിയാക്കി റെഡിയാക്കിയിട്ട് അത് DTP എടുത്ത് ആദ്യമൊക്കെ എഴുതി കൊടുത്താൽ മതിയായിരുന്നു, പെന്നുകൊണ്ട് എഴുതി കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ അത് പോരാ, അത് DTP എടുത്ത് അഥവാ പ്രിൻ്റ് ചെയ്ത് അത് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്ത് ആ രേഖ അത് റെഡിയാക്കി നമ്മൾ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നെ സ്നേഹിതൻ ചോദിച്ച മറ്റൊരു ചോദ്യം, ആ ചോദ്യപ്പത്തിൻ്റെ ഇടയ്ക്ക് ഞാനതിപ്പോൾ ആദ്യം ഇങ്ങനെ ആലോചിച്ച് വന്ന് ഇതൊന്നിപ്പോൾ എഴുതി റെക്കോർഡാക്കി ഒരു കടലാസിൽ നോക്കി ബുക്കിൽ നോക്കി നമ്മളോട് പറയുന്നതല്ല, എൻ്റെ ഓർമ്മയിൽ നിന്നും എടുത്ത് അത് ശരിക്ക് വേണ്ടതുപോലെ ചിന്തിച്ച് ശ്രദ്ധിച്ച് ഞാൻ പറയുകയാണ്. ഈ സമസ്തയുടെ ഭരണഘടന തയ്യാറാക്കിയിട്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് പിന്നെ മറ്റുള്ളവർ അത് ചോദ്യം ചെയ്യാനും മറ്റുമൊക്കെ വരുന്ന സമയത്ത് നമുക്കിപ്പോഴുള്ള പിൻബലം, നമ്മൾ ഈ ഭരണഘടനയുടെ രജിസ്ട്രേഷൻ 936 മുതൽ ഇന്ന് വരെയുള്ള ഈ 2016 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും റെഡിയാക്കി ശരിയാക്കി രജിസ്റ്റർ ഓഫീസർ കൊണ്ടുപോയി കൊടുത്ത്
അത് വ്യവസ്ഥാപിതമായി നടന്നു വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സംഘടനാ പ്രവർത്തനങ്ങൾ, ഈ ദീനീ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ കഴിയുന്നത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മറ്റാ ചോദ്യം ഞാനിന്ന് ഒന്നുകൂടി അദ്ദേഹത്തിൻ്റെ വോയിസ് പരിശോധിച്ച് ഇൻഷാ അള്ളാഹ് മറ്റൊരു സമയത്ത് ഞാൻ പറയും. എല്ലാ സ്നേഹിതനും കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റോ ടെസ്റ്റായിട്ടോ ഇങ്ങോട്ട് അറിയിച്ചു തന്നാലും പറയാം എന്ന് പറയുന്നു. ഇൻഷാ അള്ളാഹ് ഇനി കൂടുതൽ നമുക്ക് നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങൾ അഥവാ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് പി ഉസ്താദിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇവിടെ വളരെയധികം ആസൂത്രിതമായി വന്നപ്പോൾ അഥവാ അറബി പാഠപുസ്തകത്തിൽ നിന്ന് പോലും ഈ വഹാബി പരിസകളുടെ ആശയങ്ങൾ അത് ദൂരെ വലിച്ചെറിഞ്ഞപ്പോൾ ഉസ്താദിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അവർ ശക്തി കൂട്ടിക്കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ നാം ക്ലാസ് അവസാനിപ്പിച്ചിരുന്നത്. ഇൻഷാ അള്ളാഹ് കുറച്ച് സമയം, ഒരു ചെറിയ സമയം കൂടി അത് പ്രതിപാദിച്ച് ബാക്കി നമുക്ക് ഇൻഷാ അള്ളാഹ് നാളെ മുതൽ തുടരാം. മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ സമസ്ത പ്രവേശനത്തിൻ്റെ മുമ്പ് അഥവാ 1974 മുമ്പ് ഈ വഹാബികളൊന്നും നമ്മുടെ സംഘടനയെ അങ്ങനെ പരിഗണിക്കാറില്ലായിരുന്നു. കൂടുതൽ കേരളത്തിൽ സുന്നികളാണ്, കൂടുതൽ സുന്നികളുടെ സ്ഥാപനങ്ങളാണ് ഒക്കെയാണെങ്കിലും അതൊരു പഴഞ്ചന്മാർ, ഒന്നും തിരിയാത്തവർ, ഏതെങ്കിലും പള്ളിയുടെ മൂലക്കങ്ങനെ ചൊറിഞ്ഞു കുത്തരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച് പിന്നെ തലീക്കെട്ടും കെട്ടി നാട്ടിൽ ചെന്നൊരു കുത്തുബോധി അടിമാമത്ത് നിന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു വയന്ന കമ്പനിയായിട്ടാണ് സുന്നികളെ മറ്റുള്ളവർ കണ്ടിരുന്നതും അവർ പ്രചരിപ്പിച്ചിരുന്നതും അങ്ങനെയാണ്. അവർ പ്രചരിപ്പിച്ചതും അങ്ങനെയാണ്. കാരണം അവരുടെ എന്തെങ്കിലും വിദഗ്ധക്കാരുടെ വഹാബികളുടെ മൗദൂദികളുടെയൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ അവിടെ അവർ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഒരു മുഷിഞ്ഞ വസ്ത്രം ധരിച്ച, തലപ്പാവ് ധരിച്ച ഒരു 5-8 കുട്ടികളെ, അതിനവർ സാധാരണ ചെയ്യാറ് മുസ്ലിം കുട്ടികളൊന്നും അല്ല, ഏതെങ്കിലും വല്ല ആദിവാസി കേന്ദ്രങ്ങളിൽ ചെന്ന് ആ മണ്ണിലും ചളിയിലും ഒക്കെ കടന്ന് ശീലിക്കുന്ന അങ്ങനെയുള്ള കുട്ടികളെ തൽക്കാലം ഒരു ദിവസത്തേക്ക് ഒന്ന് അവർ കൊണ്ടുവരും. എന്നിട്ട് അവരെ കുളിപ്പിക്കുക പോലും ചെയ്യാതെ മൂക്കൊലിക്കുന്ന കുട്ടികളുണ്ടാവും, അല്ലേ? മുഖത്ത് പോലും മണ്ണും ചളിയൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അവർക്കൊരു മുഷിഞ്ഞ ഡ്രസ്സും ഒരു തലപ്പാവും കൊടുത്ത് അവരെങ്ങനെ വട്ടത്തിലിരുത്തി, എന്നിട്ട് ഒരു തലപ്പാവ് കെട്ടിയ മറ്റൊരാൾ അവരുടെ കൂട്ടത്തിൽ തന്നെ രംഗത്ത് വന്ന് അവരിങ്ങനെ ദീന് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് ഒരു എന്ന കോലം, അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല ഇസ്തിരിയിട്ട നല്ല ഫോമുള്ള 10-25 കുട്ടികൾ, അവർ നല്ലോണം ഇസ്തിരിയൊക്കെ ഇട്ട് മുടിയൊക്കെ ചീകി വെച്ച് അവിടെ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട നല്ല ഒരു മൗലവി, അയാളിങ്ങനെ സ്ഫുടമായ ഭാഷയിൽ അവർ ക്ലാസ് എടുത്തു കൊടുക്കുക. 2 അന്തരം കാണിച്ചു കൊടുക്കാൻ. ആദ്യത്തെ ക്ലാസ്സിൽ പണ്ടത്തെ ആലിമീങ്ങളൊക്കെ ഇങ്ങനെ പഴയ മലയാളമായിരുന്നു പിന്നെ വാക്കുകൾക്ക് കൊടുത്തിരുന്നത്. ഉദാഹരണത്തിന് ലാ ബുദ്ധ, ഇത് ഒരു അറബി പദമാണ്, അതിന് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം. ലാ ബുദ്ധ അത്യന്താപേക്ഷിതമാണ്, അത് ഒരു മലയാളമാണ് ശുദ്ധമായത്. പഴയ ആലിമീങ്ങൾ അതിന് ലാ ബുദ്ധ ഇളക്കരായ്മയാവൂല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അത്യന്താപേക്ഷിതം തന്നെയാണ് അർത്ഥം. അതിനൊരിക്കലും ഇളക്കി മറിക്കാൻ കഴിയില്ല എന്നാണ്, ഇളക്കരായ്മയാവൂല എന്നാണ്. അത് കളിയാക്കിക്കൊണ്ട് ഇവരിങ്ങനെ ഈ കുട്ടികൾക്ക് ലാ ബുദ്ധ ഇളക്കരായ്മയാവൂല. ഇപ്പുറത്താണെങ്കിലോ അത്യന്താപേക്ഷിതമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെന്നൊക്കെ അലക്കിത്തേച്ച ഭാഷയിൽ ഇവരിങ്ങനെ പറഞ്ഞു. എന്നിട്ട് അത് ജനങ്ങൾക്ക് പ്രചരിപ്പിച്ചു കൊടുക്കുക. ഈ മൂല്യന്മാരൊക്കെ എങ്ങനെയാണ് കാലം ഇങ്ങനെ പുരോഗമിച്ചിട്ടും അവരിപ്പോഴും ആ പഴയ കോലത്തിലാണ്. ഒരു 50 കൊല്ലം അപ്പുറത്തേക്ക് ഈ സമൂഹത്തെ അങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊരു മാറ്റം വരാൻ നിങ്ങൾ വഹാബി മദ്രസയിലെ വഹാബി സ്ഥാപനങ്ങളിലേക്ക് നിങ്ങളെ കുട്ടികളെ പറഞ്ഞയച്ചാൽ നിങ്ങളെ കുട്ടികൾക്ക് പുരോഗതി ഉണ്ടാകും, നിങ്ങളെ കുട്ടികൾക്ക് വലിയ വലിയ സ്ഥാനങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവർ ദീനിൻ്റെ ആളുകളായി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ആലിമീങ്ങളുടെ ശബ്ദം അത് പുറത്തു വരാതിരിക്കാൻ
പ്രത്യേകമായി അവർ പണിപ്പെടുകയും ചെയ്തത്. ആ കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് അവർ രംഗത്ത് വരുന്നത്. ഉസ്താദ് ഒരു 2-3 കൊല്ലം ഇങ്ങനെ ഇതൊന്ന് വീക്ഷിച്ചു. കാരണം പെട്ടെന്നുള്ള ഒരെടുത്തുചാട്ടമോ തീരുമാനങ്ങളോ ഒന്നും ഫലവത്താവുകയില്ലല്ലോ. അങ്ങനെ 974 ബഹുമാനപ്പെട്ടവർ സമസ്ത മുശാവറയിലേക്ക് വന്നിട്ട് 977 അതിൻ്റെ പ്രധാന കീഴ്ഘടകമാകുന്ന സുന്നിയോജന സംഘത്തിൻ്റെ സാരഥ്യവും കൂടി ഏറ്റെടുത്തപ്പോൾ കേരളത്തിൻ്റെ ഏകദേശം ദീനീ ചലനങ്ങളുടെ ചുറ്റുപാട് ഈ മഹാനായ പണ്ഡിതൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള പണ്ഡിതന്മാരുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പ്രധാനമായും മർഹൂം EK ഹസൻ മുസ്ലിയാരുമായും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുമായും ആശയവിനിമയം നടത്തി. നമുക്കിതിനൊരു മാറ്റം വരുത്തണം, അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം, അതിന് ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം, അതിന് ജനങ്ങൾക്ക് മതപരമായ വിദ്യാഭ്യാസത്തിനോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസവും കൂടി നൽകണം. കാലത്തിൻ്റെ പോക്ക് അങ്ങോട്ടാണ് നീങ്ങിയത്. ഇവിടെ ഡിജിറ്റൽ യുഗത്തിലേക്ക് വരികയാണ്. അന്നൊന്നിപ്പോൾ ഇതുപോലുള്ള മൊബൈലുകളും ടാബുകളും ഇങ്ങനെ കമ്പ്യൂട്ടറുകളും ഒന്നും വ്യാപകമാകാത്ത കാലമാണ്. പക്ഷേ ഇന്നത്തെ ഈ കാലം അന്ന് മഹാനായ ഖമറുൽ ഉലമയും അതുപോലെ ശംസുൽ ഉലമയും മഹാനായ EK ഹസൻ മുസ്ലിയാർ ഇവരൊക്കെ മനസ്സിൽ കണ്ടു. ആ കണ്ട അടിസ്ഥാനത്തിൽ അന്ന് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആ തുടക്കം കുറിക്കുമ്പോൾ ആദ്യമൊക്കെ ഇവർ കളിയാക്കുക ചെയ്തല്ലേ, മർക്കസ് സഖാഫത്തി സുന്നി കൾച്ചറൽ സെന്റർ അല്ലേ, അതതിൻ്റെ മർക്കസ് സഖാഫത്തി സുന്നിയ അറബി പേര്, സുന്നി കൾച്ചറൽ സെന്റർ അതതിന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നൊരു പേര്, സുന്നി സാംസ്കാരിക കേന്ദ്രം മലയാളമാണ് അല്ലേ. ഈ പേരിങ്ങനെ ഒരു മൂല്യർ പത്രസമ്മേളനം വിളിച്ച് ഞങ്ങളിങ്ങനെ സുന്നി കൾച്ചറൽ സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ പത്രക്കാരൻ അങ്ങോട്ട് കൊണ്ടു നോക്കുക, മൂല്യറിൻ്റെ അപ്പോൾ ഈ കൾച്ചർ സെന്റർ എന്നൊക്കെ പറയുന്നത് അല്ലേ, ഇങ്ങനെ അവർ കേട്ടിട്ടില്ലല്ലോ അധികമൊന്നും. അപ്പോൾ അവരിങ്ങനെ വിസ്മയം പൂണ്ടുകയാണ് അവരൊക്കെ ചെയ്യുന്നത് അല്ലേ. എന്താ ഇപ്പോൾ മൂല്യർ ഇങ്ങനെ പറയുന്നത്, അത്ഭുതം. ആ രംഗത്തേക്ക് 3-4 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഈ സംഘടനയെ എത്തിച്ചു അല്ലേ. ഈ മർക്കസ് തുടങ്ങിയത് AP ഉസ്താദിന്റെ സ്വന്തം ഒരാവശ്യത്തിനല്ല. ഇത് സമസ്തയിലും സുന്നിയോജന സംഘത്തിലും ചർച്ച ചെയ്ത് ഈ ആലിമീങ്ങളുടെയൊക്കെ ആധികാരിക സപ്പോർട്ട് കിട്ടിയിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദുകൾ അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാനത് മർക്കസ് എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ഈ 74 മുതൽ ഈ പ്രവർത്തനം ശക്തമായി വരാൻ തുടങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ ഈ കക്ഷികൾ രാഷ്ട്രീയത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് അവർ എതിർക്കുവാൻ തുടങ്ങിയിരുന്നു. ആ എതിർക്കുവാൻ തുടങ്ങിയതിൻ്റെ ഒരു പശ്ചാത്തലം അവർക്ക് സൗകര്യത്തിന് കിട്ടിയത് 974 ലീഗിൻ്റെ പിളർപ്പായിരുന്നു. മഹാനായ ബാഫക്കി തങ്ങൾ 972 ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് 1 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ അസ്വാരസ്യങ്ങൾ കൂടുകയും അതിങ്ങനെ ഉരുണ്ട് മറിഞ്ഞ് ഉമിക്ക് തീപിടിച്ചതുപോലെ 974 പരിപൂർണമായ ഒരു പിളർപ്പിൻ്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ കക്ഷി 2 ഭാഗത്തായി നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരം 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ ഒരു ഭാഗത്ത് ലീഗിൻ്റെ പ്രസിഡന്റ്, MK ഹാജി എന്ന് പറയുന്ന ഒരു വന്യവയോധികൻ വഹാബിയായ ഒരാൾ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അതിൻ്റെ നേതൃത്വം മറ്റൊരു തങ്ങൾ അഥവാ സയ്യിദ് ഉമർ ഫഖീ തങ്ങൾ, അങ്ങനെ പ്രഗത്ഭനായ ഒരു തങ്ങൾ അപ്പുറത്തും പ്രശസ്തനായ തങ്ങൾ ഇപ്പുറത്തും 2 തങ്ങന്മാരും വളരെ പ്രഗത്ഭരാണ്. ഈ 2 തങ്ങന്മാരും കുറേ ആളുകൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് പല ഭാഗത്തും വിശദീകരണ യോഗങ്ങളും പ്രകടനങ്ങളും മറ്റു പരിപാടികളും ഒക്കെ നടത്തുമ്പോൾ ഓരോ കൂട്ടരും എത്രത്തോളം ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് സംഘടിപ്പിച്ചുകൊണ്ട് മറുഭാഗത്ത് ചീത്ത പറയാനും തെറി പറയാനുമായിരുന്നു ഈ 2 കൂട്ടരും അന്നൊരുങ്ങിയിരുന്നത്. അതിൻ്റെ ബാക്കി പത്രം തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അല്ലേ. ഇപ്പോഴും നടക്കുന്നതിൻ്റെ ബാക്കി പത്രമാണ്. അന്ന് അവർക്ക് കിട്ടിയ പരിശീലനമാണ്. ആലിമീങ്ങൾക്കെതിരെ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി കണക്കില്ലാതെ അവർ അഴിഞ്ഞാടിയില്ലേ, എന്തൊക്കെ അവർ വിളിച്ചു പറഞ്ഞു.
എന്തൊക്കെ അവർ ചെയ്തു, ഇതിനൊക്കെ അവർക്ക് പ്രചോദനം നൽകിയത് ഈ അച്ചടക്കമുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ പാർട്ടിയുടെ പിളർപ്പായിരുന്നു. ആ പിളർപ്പ് നടന്നിട്ട് ഈ രണ്ട് കക്ഷികളെയും ഇങ്ങനെ ഈ നേതാക്കൾ പ്രോത്സാഹിപ്പിച്ച് അപ്പുറവും ഇപ്പുറവും തെറി പറയാൻ അവരെ പാകത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അവർക്ക് തന്നെ അവസാനം അത് വിനയായി. ഈ ഘട്ടത്തിൽ സുന്നത്ത് ജമാഅത്തിനോട് ആഭിമുഖ്യമുള്ള മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പണ്ഡിതന്മാരൊക്കെ അവരോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിർത്തണം, ഇത് സമുദായത്തിന് അഭികാമ്യമല്ല, ഇതുകൊണ്ട് വളരെ ദോഷം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വിരോധികളാക്കി മാറ്റാനാണ് ഇവർ ശ്രമിച്ചത്. തോന ആളുണ്ടെന്ന് അവകാശപ്പെടുന്ന ഔദ്യോഗിക ലീഗ് അഥവാ CH മൂന്നുകോയും പാണക്കാട് പൂക്കോയത്തങ്ങളും അതുപോലെയുള്ള ആളുകളൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഭാഗത്താണ് അന്ന് അണികൾ തോനെയുണ്ടായതെന്ന് അവർ വാദം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് അവരോടാണ് ആദ്യമായി ഉപദേശം നൽകിയത്. ആ ഉപദേശം നൽകിയപ്പോൾ അവർ കാന്തപുരത്തിനെ വിമതനാക്കി ചിത്രീകരിച്ചു. ആരാ ചിത്രീകരിച്ചത്? അതിലുള്ള വഹാബി നേതാക്കന്മാർ. അവർക്ക് ആവശ്യം എന്തായിരുന്നു? ഇത് ഇവിടെ തകർന്ന് കിട്ടണം, ദീനിന്റെ പ്രവർത്തനം ഇവിടെ തളരണം, അതിന് ഈ പണ്ഡിതന്മാരെ കൊച്ചാക്കിയാലേ നടക്കൂ. അതുകൊണ്ട് കാന്തപുരം നമുക്കെതിരാണ്, കാന്തപുരം വിമതനാണ്, ആ വിമതൻ പറയുന്നത് കേൾക്കരുത്, വിമതന് സപ്പോർട്ടുണ്ടാകരുത് എന്നുള്ള നിലപാടിലേക്ക് അവർ എത്തിയപ്പോൾ ആലിമീങ്ങൾക്കൊരു പരീക്ഷണത്തിന്റെ കാലമായിരുന്നു അത്. ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ അത് അല്പമായിട്ട് നമുക്കത് വിശദീകരിക്കാം അല്ലേ. എന്നിട്ട് ഇന്ന് നിങ്ങൾ നോക്ക്, ആ രാഷ്ട്രീയ കക്ഷിയെ ഒന്ന് പിന്തുണക്കാൻ വേണ്ടി, അവർക്ക് ഊർജം പകരാൻ വേണ്ടി ഈ ആമാശയ മുന്നേറ്റക്കാരും ഇപ്പോൾ രംഗത്ത് വരുന്നു അല്ലേ. ഒരു 10 ദിവസം മുമ്പ് മണ്ണാർക്കാടൊക്കെ അവർ പോയിട്ട് എന്തിനാണ് ഈ മുസ്ലിം ജമാഅത്ത്, എന്താണ് അതിൻ്റെ കൂട്ടായ്മ കൊണ്ട് കാര്യം, അവർ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ വഹാബി പരിശകൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഈ ആമാശയ മുന്നേറ്റക്കാരും രംഗത്ത് വന്ന സന്ദർഭമായതുകൊണ്ട് നാം അതൊക്കെ വളരെയധികം ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നും സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും.